തായ്പ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലുമായി കൂടിക്കാഴ്ച നടത്തി ക്രിസ്മസ് സന്ദേശം കൈമാറുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുക. ക്രിസ്മസ് ആയാലും ഓണമായാലും പെരുന്നാളായാലും അത് സമൂഹത്തിൻ്റെ ആഘോഷമാണ്. ബന്ധങ്ങളുടെ പാലം അത് ആഘോഷങ്ങളിലൂടെ തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ബന്ധങ്ങളുടെ പാലമാണ് നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കുന്നതും വീണ്ടും അതിനെ ദൃഢപ്പെടുത്തുന്നതും. സ്നേഹത്തിലൂടെ നമുക്ക് ദൃഢപ്പെടുത്തുവാൻ ക്രിസ്മസും ഓണവും പെരുന്നാളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ നല്ല ദിവസം ഇവിടെ വന്ന് എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം പങ്കുവെക്കുവാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും ഇത്തവണ അതിന് പ്രത്യേകമായിട്ട് അതിന് പ്രസക്തി കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സമൂഹത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു. മുനമ്പം വിഷയത്തിൽ അവിടെ സാമുദായികമായൊരു ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് ഒരു തോന്നലുണ്ടായപ്പോൾ ബിഷപ്പുമാരും അതുപോലെ തന്നെ ഞങ്ങൾ മുസ്ലിം നേതാക്കളെല്ലാം തന്നെ എറണാകുളത്ത് ഒരുമിച്ച് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. എല്ലാവരുടെയും സഹായങ്ങൾ അതിലുണ്ടായി. പ്രത്യേകിച്ച് ബിഷപ്പ് അവർ അന്ന് വളരെ നല്ല ഒരു എഫേർട്ടാണ് അന്ന് എടുത്തത്. മറ്റെല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം ചർച്ച ചെയ്തു, ഞങ്ങളോട് ചേർത്തിരുത്തി. ഞങ്ങൾക്കും തന്നെ മുനമ്പത്തെ ജനങ്ങൾക്ക് നല്ലൊരു ആശ്വാസം പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആത്മവിശ്വാസം. അവർ കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയായിരുന്നു. പക്ഷേ അതിനൊരിക്കലും തന്നെ ഞങ്ങളാരും കൂട്ടുനിൽക്കുകയില്ല. ഏത് വിധേനയും അവർക്ക് അവരുടെ ജീവിതാവകാശം നിലനിർത്തി കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ അതെന്താണോ ചെയ്യേണ്ടത് ആ കാര്യത്തിലാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത്. സർക്കാർ ആ കാര്യത്തിൽ മുൻപന്തിയിൽ കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സാദിഖ് അലി തങ്ങളും പ്രിയപ്പെട്ട MK മുനീർ MLA യും ഇവിടെ സന്നിഹിതരാണ്. ശ്രീമാൻ ജിഷാനുണ്ട്, അതുപോലെ സഫറുണ്ട്. ഇവരെല്ലാവരും എന്നെ ക്രിസ്മസ് വിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എന്നെ മാത്രമല്ല എൻ്റെ വൈദികരെയും ക്രിസ്മസ് ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ്. വളരെ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ആ സൗഹാർദ്ദം നിലനിർത്തുന്നത് എപ്പോഴും നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ.